സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരോട്, പുതിയ ലോകം പാട്ടിന്റെ ലോകമാണ്, പുതിയ ലോകം റീൽസിന്റെ ലോകമാണ്, പുതിയ ലോകം യൂട്യൂബിന്റെ ലോകമാണ്, ഫേസ്ബുക്കിന്റെ ലോകമാണ്, പുതിയ ലോകം ക്യാമറയുടെ ലോകമാണ്, പുതിയ ലോകമെന്ന് പറയുന്നത് അഴിഞ്ഞാട്ടത്തിന്റെ ലോകമാണ്, പുതിയ ലോകമെന്ന് പറയുന്നത് ചിന്തകൾക്ക് അപ്പുറമുള്ളൊരു ലോകമാണ്. സുബ്ഹാനല്ലാഹ്. ബദ്ർ മൗലൂദ് ദഫുമുട്ടാൻ വേണ്ടി മക്കള് പാടുന്ന പാട്ട് അതിട്ടിട്ട് പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുകയാണ്, പെണ്ണുങ്ങൾ കോൽക്കളി കളിക്കുകയാണ്, പെണ്ണുങ്ങൾ ദഫുമുട്ടുകയാണ്. പാട്ട് പാടിയിട്ട് ഫ്ലാറ്റിന് കാത്തു നിൽക്കുകയാണ്. ശരീരത്തിലെ ഏറ്റവും നല്ല തുടിപ്പുള്ള ഭാഗങ്ങൾ എടുത്ത് കാണിച്ച് വീഡിയോ പിടിച്ച് അപ്ലോഡ് ചെയ്തിട്ട് ലൈക്കിനും കമന്റിനും കാത്തു നിൽക്കുന്ന ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് നമ്മുടെ നേതാവെന്ന് തിരിച്ചറിവ് വന്നാൽ പിടിക്കാനും വലിക്കാനും താങ്ങാനും പൊക്കിയെടുക്കാനും ഈ നല്ല പരിഷ്കാരിയായ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മളെ പൊക്കി ആകാശം മുട്ട ദുനിയാവെന്ന് പൊക്കി വെക്കാനും ആളുണ്ടെന്നിരിക്കെ ആളാരുണ്ടായാലും ഖബറിന്റെ ഉള്ളിൽ ഒരാളുമില്ല. കൂടാതിരുട്ടാണേ ഇതിൽ, അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് കുരാക്കൂരിട്ടുള്ള ഖബറിൽ നിന്റെ സൗന്ദര്യമില്ല, അവിടെ നിനക്കൊരു പത്രാസുമില്ല, അവിടെ നിനക്ക് പവറില്ല, അവിടെ അഹങ്കാരമില്ല. അടിച്ചുപൊളിയുടെ ലോകം അസ്തമിക്കുന്നു, എല്ലാ കമാടിത്തങ്ങളും അസ്തമിച്ച് വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണെന്ന ബോധം കൽബിന്റെ ഉള്ളിൽ ഒന്ന് കയറ്റി വെക്കണേ. ഫാത്തിമ ബീവിയോടൊരൽപ്പമെങ്കിലും മഹബത്ത് കൽബിൽ കൊത്തിവെക്കണേ. അസിയാ ബീവി നടന്ന വഴിയൊന്ന് ഓർമ്മിക്കണേ. അല്ലാഹു നമ്മുടെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. വീട്ടിന്റെ ഉള്ളിൽ അടുക്കളയില് പഴംപൊരി ഉണ്ടാക്കുന്ന ഉമ്മ, ചെറിയ ഉന്നക്കായ ഉണ്ടാക്കണ ഉമ്മ, ചെറിയ ഇലയട ഉണ്ടാക്കണ ഉമ്മ, അത് ഉമ്മ ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള ഹോട്ടലുകളിൽ പോയിട്ട് ഉമ്മ വിൽക്കുകയാണ്, സഹോദരി വിൽക്കുകയാണ്. എന്തിനാണ് ആ വിൽക്കുന്നത്? ആ വീട്ടിൽ ഭക്ഷണം കൊടുക്കാനോ അവര് താമസിക്കുന്ന കൊട്ടേഴ്സിന്റെ വാടക കൊടുക്കാനോ ആണുങ്ങൾ ആരുമില്ല. അതുകൊണ്ട് ആ ഉമ്മ പണിയെടുത്താലേ ആ വീട്ടിലുള്ള മക്കളുടെ പശിയടങ്ങൂ. അതുകൊണ്ട് ആ ഉമ്മ അപ്പം ചുട്ടിട്ട് അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് അത് വിൽക്കുകയാണ്. അങ്ങനെ വിറ്റാൽ ആ ഉമ്മക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരണം കൈത്തൊഴിലെടുത്ത് ജീവിക്കുകയാണ്. അവർക്ക് മറക്കണേനേ ഉള്ളൂ. അല്ലാഹു ആ ഉമ്മക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ ആ ഉമ്മ ചെയ്യണ പണി അപ്പം ഉണ്ടാക്കണത് വീഡിയോ പിടിച്ചിട്ട് അവരുടെ സൗന്ദര്യം മുഴുവനും കാണിച്ച് ഉഷാറാക്കിയിട്ട് പുതിയ ലോകത്തേക്ക് അപ്ലോഡ് ചെയ്യാണ്. എന്നിട്ട് കമന്റും ലൈക്കും കാത്തു നിൽക്കാണ്. ഉഷാറായി കേൾക്കുമ്പോ ഒന്നും കൂടിയായി ഭാര്യയും ഭർത്താവും ചാടിക്കളിക്കും. പൊട്ടം തെയ്യം തുള്ളുന്നത് പോലെ. ആണും പെണ്ണുമില്ല, ആങ്ങളെയും പെങ്ങളുമില്ല, ഉപ്പയും മകനുമില്ല, അയൽവാസിയില്ല, ആരുമില്ല. കയ്യിലൊരു ഫോണും നെറ്റും ഉണ്ടെങ്കിൽ ഏത് ലോകവും ആകാമെന്നൊരു ധാരണ. ആകാം, ദുനിയാവാണ്, ആകാം നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഫാത്തിമ ബീവി കിടക്കണ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരോട് മാത്രമേ ഈ വഴുതുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ആശിക്കുന്ന ഉമ്മമാരോട് മാത്രമേ ഞാൻ ഈ വഴുതു പറയുന്നുള്ളൂ. അതല്ലാത്ത ആളുകൾ ലോകത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അവർ വിശ്വസിക്കുന്ന സ്വർഗങ്ങൾ ഉണ്ടാകാം, സ്വർഗത്തിൽ വിശ്വസിക്കാത്തവരും ഉണ്ടാകും. എന്റെ വിഷയമല്ല. ആഖിറത്തിൽ വിശ്വസിക്കുന്നവർ മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ചില ഹദീസുകൾ പറയുന്ന കൂട്ടത്തിൽ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ. അല്ലാഹുവിനെയും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നവരെ ഖൈർ പറയട്ടെ. അള്ളാഹുവിനെയും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. അള്ളാഹുവിനെയും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നവർ അതിഥികളെ സൽക്കരിക്കട്ടെ, ബഹുമാനിക്കട്ടെ. അങ്ങനെയൊക്കെ ഹദീസില്ലേ?
അതുപോലെ ഞാൻ പറയണത് അള്ളാഹുവിനെയും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് മാത്രമാണ് ഈ സംസാരം. ഈ മാനന്തേരിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമുക്ക് ഹിദായത്തിന് വെളിച്ചം നൽകി മുന്നേ വന്നു മറഞ്ഞുപോയ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു മഹദിയുടെ ഓർമ്മയ്ക്കല്ലേ. അള്ളാഹു ആ മഹദിയുടെ വഴിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പുതിയ ലോകത്തെ പളവളപ്പിന്റെ ലോകത്തു ഡ്രസ് ഇട്ടിട്ടും ഇടാതെയും ആരുടെ മുമ്പിലായാലും നമ്മളീ കാണിക്കുന്ന പേക്കൂത്തുകളെല്ലാം ദുനിയാവിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളുണ്ടാകും. ഇനി പറയണ ആള് തന്നെ കട്ടുമുറിച്ചിട്ട് അതിനെ ട്രോളാനും ആളുണ്ടാകും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഇങ്ങനെ ഉണ്ടാക്കി ഒരു കുന്നിന്റെ മുകളിൽ. അപ്പൊ പോകുന്ന ആളല്ലേ നൂഹ് നബിനെ ട്രോളാണ്. സുബ്ഹാനല്ലാഹ്, പിരാന്ത. കുന്നിന്റെ മുകളിൽ കപ്പലുണ്ടാക്കി ട്രോൾ അന്നേ ഉണ്ട്, ഇന്ന് മാത്രല്ല. മകനെ വിളിച്ചു നൂഹ് നബി അലൈഹി സ്വലാം, മോനെ വണ്ടി കയറി, കപ്പലിൽ കയറി. മോൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ കുന്നിന്റെ മുകളിൽ കയറിക്കോളാം. മോൻ ഉപ്പാനെ പരിഹസിച്ച് പറഞ്ഞത്, മോനെ ഇന്നൊരാളും രക്ഷപ്പെടൂല കേട്ടോ, ഇന്ന് കുന്നിന്റെ മുകളിലൊന്നും രക്ഷയില്ല, എല്ലാ മലന്റെ മേലും വെള്ളത്തു. പറയുമ്പോഴേ അവർക്കിടയിൽ തിരമാല വന്ന് വീണു. നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി നീ വാഗ്ദാനം ചെയ്തതാണ്. അള്ളാഹ് പറയുന്നേ, ആ മോൻ നിങ്ങളെ കൂട്ടത്തിൽ പെട്ടവനല്ല, നിങ്ങൾ അഹ്ലിൽ പെട്ടവനല്ല നൂഹ് നബിയെ. പ്രവർത്തനം ശരിയില്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. പരിശുദ്ധമായ ദീനനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ചിലത് കേൾക്കുമ്പോ കടുപ്പം കൂട്ടിയിട്ടുണ്ടോ എന്നില്ല. ഉള്ള കടുപ്പം കൂട്ടാതെയും കുറക്കാതെയല്ലേ പറയാൻ അവകാശമുള്ളൂ, അർഹതയുള്ളൂ. അതുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ പാട്ട് പാടാൻ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ ആശയുള്ള ഉമ്മമാരാണോ? ശരീരത്തിന് ബോഡി കാണിക്കുന്ന, ശരീരത്തിന്റെ ഷേപ്പ് കാണിക്കുന്ന വസ്ത്രം ധരിച്ചു നിങ്ങൾ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് നരകം വിൽക്കരുതേ. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് ഒരു ഫർദ കൊണ്ടുവന്നതാണ്, ആങ്ങൾ ഒരു ഫർദ കൊണ്ടുവന്നതാണ്. ആ ഫർദ കുറച്ച് ലൂസായി പോയപ്പോ അതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടി എന്താണ് ഈ ഉമ്മന്റെ തിരക്ക്, അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ തിരക്ക്? ആനക്കൊണ്ടെന്ന ഫർദയാണോ എന്നാ ചോദിക്കണത്. സുബ്ഹാനല്ലാഹ്. പിന്നെയും ടൈറ്റാക്കി പിന്നെയും ടൈറ്റാക്കി. നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് നരകം വിറ്റിട്ട് ഉമ്മമാരെ നിങ്ങൾ നടന്നാൽ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യദ്ഖുൽനൽ ജന്ന, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കടക്കുന്ന സ്വർഗ്ഗമില്ലേ, ആ സ്വർഗ്ഗത്തിൽ തീർച്ചയായും അവർ കയറില്ല. വലാ യജിദുന റിഹഹാ, ആ സ്വർഗ്ഗത്തിന്റെ സുഗന്ധം അവർക്ക് ലഭിക്കില്ല. ഇന്ന റിഹഹാ ലതൂജദു ബിൽ മസീറതി കദാ വകദാ. ആ വലിയ സുഗന്ധം എന്ന് പറയുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ, മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, ഉദയഗിരി മുതൽ അസ്തമാനഗിരി വരെ അടിച്ചു വീശുന്ന വലിയ സൗഭാഗ്യമുള്ള സുഗന്ധമാണ്. അത് ഈ പെണ്ണുങ്ങൾക്ക് കിട്ടൂല. ആരുടെ നാവ് കൊണ്ടാണ് ഇത് പറയുന്നത്? വന്നജ്മി ഇദാ ഹവാ അദല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അല്ലാഹ് പറഞ്ഞതാണ്, സംസാരം മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന്റെ സംസാരം മുഴുവനും നബുവത്തിന്റെ നൂറ് കൊണ്ടാണ്, നബുവത്തിന്റെ നാവ് കൊണ്ടാണ്. തോന്നിയത് പറയുന്നയാളല്ലല്ലോ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കില്ല. ഇത്ര വലിയ പവറുള്ള പത്രാസുള്ള മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, സ്വർഗ്ഗത്തിൽ പാട്ടുപാടുന്ന, സ്വർഗ്ഗത്തിൽ നേതൃസ്ഥാനത്തുള്ള മഹദിയായ ഫാത്തിമ ബീബി വഫാത്തിന്റെ സമയത്ത് അലിയാര് തങ്ങളോട് പറയാണ്, അലിയേ എന്റെ കഫംപുടയുടെ പുറം പോലും അന്യപുരുഷന്മാരെ കാണണ്ട. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ മാതൃകയാക്കി, ലോകത്ത് കഴിഞ്ഞുപോയ മഹദിമാരെ മാതൃകയാക്കി നല്ല ജീവിതം നയിക്കണേ.